കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് ദുരന്തത്തിനിരയായ തൃശൂർ സ്വദേശികൾ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തിയ ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠനത്തിനാവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്ന ആശങ്ക. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. തൃശൂർ ഡെപ്യൂട്ടി DMO സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂളിൽ അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി DMO. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. നമസ്കാരം. വാർത്തകൾ വിശദമായി. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ് തൊയക്കാവ് സ്വദേശി മാടക്കായിൽ മുഹമ്മദ്, ഭാര്യ 29 വയസ്സുള്ള ജസ്ന, മകൾ 1.5 വയസ്സുള്ള റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത്. പാലക്കാട് സ്വദേശി റിയ, മകൾ ടൈറ, തിരുവല്ല സ്വദേശി ഗീത സോജി എന്നിവരാണ് മരിച്ച മറ്റ് മലയാളികൾ. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം. 28 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 14 പേർ മലയാളികളായിരുന്നു. കെനിയയിലെ അപകട ദുരന്തത്തിൽ നടുങ്ങി വെങ്കിടങ്ങ്. ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിന്റെ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ വെങ്കിടങ്ങ് തൊയക്കാവ് മാടക്കായൽ മുഹമ്മദും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. മുഹമ്മദിന്റെ ഭാര്യ ജസ്ന, കുറ്റിക്കാട്ടുചാലിൽ മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ മുഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദും കുടുംബവും ഏറെ വർഷങ്ങളായി ഖത്തറിലാണ് താമസം. ഖത്തറിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായി ജോലി ചെയ്യുന്ന മുഹമ്മദ് കഴിഞ്ഞ മാസം ഉപ്പയുടെ ചികിത്സാർത്ഥം 5 ദിവസത്തെ ലീവിന് നാട്ടിലെത്തിയിരുന്നു. വലിയ പെരുന്നാളിന്റെ അവധിയിൽ ഖത്തറിൽ നിന്നും പാക്കേജ് വിനോദയാത്ര പോയതായിരുന്നു മുഹമ്മദും കുടുംബവും. അപകട വാർത്തയറിഞ്ഞ് മുഹമ്മദിന്റെ സഹോദരി ഹെബ, ഭർത്താവ് സുബൈർ എന്നിവർ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പ് മുഹമ്മദും കുടുംബവും തൊയക്കാവിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രമുഖ ക്ഷേത്രമാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കാണ് ഒരു സ്ത്രീ പ്രവേശിച്ചത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ സ്ത്രീ 60 രൂപ വിലയുള്ള ധാര അത് 20 എണ്ണം റെസിറ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. നാലമ്പലത്തിനകത്ത് കടന്ന് തുടർന്ന് അവരുടെ കയ്യിൽ കദളിപ്പഴമുണ്ടായിരുന്നു. ഈ കദളിപ്പഴവുമായി ശ്രീകോവിലിന് മുന്നിലെത്തി. ഈ ശ്രീകോവിലിന് മുന്നിൽ വാതിൽപ്പടിയിൽ കദളിപ്പഴം വയ്ക്കുക പതിവാണ് ഭക്തർ. എന്നാൽ ഇവർ അതിന് കാത്തു നിൽക്കാതെ ഈ കദളിപ്പഴവുമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ 2 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ജീവനക്കാരും ക്ഷേത്രത്തിലെ പൂജാരിയും ബഹളം വെച്ചതോടുകൂടി പിന്നീടാണ് അവരെ പുറത്തു കൊണ്ടുവന്ന് പോലീസിനെ വിളിച്ച് പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ജീവനക്കാരോട് വിശദീകരണം ചോദിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഹൈക്കോടതി പ്രത്യേകം നിരീക്ഷിക്കുകയുള്ളതാണ്. അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഭക്തർ പരാതി നൽകുകയും ചെയ്യാറുണ്ട്. വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ. ഈ സംഭവം കൂടി ഉണ്ടായതോടെ വലിയ വിവാദമായിരിക്കുകയാണ്. ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് നേരിട്ടും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്താനും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുമായി വിഭാവനം ചെയ്ത രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠന ആവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്നാണ് ആശങ്ക. വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി മുൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്ത് 2019 രാമവർമ്മപുരത്ത് പ്രവർത്തനം ആരംഭിച്ച വിജ്ഞാൻ സാഗർ
ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ്. ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വർക്കിംഗ് മോഡലുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതിനാൽ അവ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു തീരുമാന പ്രകാരം അത് ഒരു സ്വകാര്യ സംരംഭകന് ലീസിന് നൽകിക്കൊണ്ട് റോബോ പാർക്ക് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുവഴി ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല ശാസ്ത്രപ്രേമികൾക്കൊക്കെ തന്നെ വലിയൊരു സ്ഥാപനം നഷ്ടമാകുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രമേയം പാസ്സാക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വരിക തന്നെ ചെയ്യും, ഇതൊരു സർക്കാർ പോളിസി നടപ്പാക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. സർക്കാർ പോളിസികൾക്കോ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിരല്ല. വിജ്ഞാൻ സാഗറിന്റെ മുൻവശത്ത് ISRO സ്ഥാപിച്ച റോക്കറ്റിന്റെ മാതൃക തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. വിജ്ഞാൻ സാഗറിന് വേണ്ടി പണമുടക്കി സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ KSEB തിരിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് സ്ഥാപനത്തിന്റെ കെട്ടിടവും 8 ഏക്കറോളമുള്ള ഭൂമിയും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് റോബോ പാർക്ക് എന്ന സംരംഭത്തിന് കൈമാറാൻ ജില്ലാ പഞ്ചായത്ത് ധാരണയായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞാനം പകരാനും ശാസ്ത്ര പരീക്ഷണങ്ങൾ, വാന നിരീക്ഷണം, പ്രകൃതി നിരീക്ഷണം എന്നിവ നടത്താനും വിഭാവനം ചെയ്ത സ്ഥാപനത്തിന് പുതിയ സംരംഭം ഭീഷണിയാകുമെന്ന ആശങ്കയാണ് ശാസ്ത്ര കുതുകികൾ പങ്കുവയ്ക്കുന്നത്. വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ശാക്തീകരിച്ച് സംരക്ഷിക്കാനും അതിന് വിഘാതമാകുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാനും ആവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പഞ്ചായത്തുകളുടെ മുതൽ MP-യുടെ ഫണ്ട് വരെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനകത്ത് 3D തിയേറ്റർ, പ്ലാനറ്റോറിയം പോലെയുള്ള വികസനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിസ്മൃതിയിലാവുകയും പകരം അവിടെ പ്രവേശന ഫീസ് വെച്ചിട്ട് റോബോ പാർക്ക്, ഡ്രോണ്, പിന്നെ ഹോട്ടൽ അങ്ങനെയൊക്കെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് അവിടെ വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ഈ ശാസ്ത്ര സ്ഥാപനം പ്ലാൻ ചെയ്തത് അത് ഇല്ലാതാവുകയും പകരം വേറെ ഒന്ന് വരികയും ചെയ്യും. ഉപാധി വെച്ചിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ പഞ്ചായത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്ഥലം കൈമാറിയിട്ടുള്ളത്. സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്ക് വരുന്നതിൽ ആരും എതിരല്ല. ശാസ്ത്രബോധവൽക്കരണം ലക്ഷ്യമിട്ട പൊതുസംരംഭമായ വിജ്ഞാൻ സാഗറിനെ വിഴുങ്ങിക്കൊണ്ട് ഒരു സ്വകാര്യ സംരംഭം കൊണ്ടുവരുന്നതാണ് ശാസ്ത്രപ്രേമികളെ ആശങ്കയിലാഴ്ത്തുന്നത്. TCV തൃശൂർ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ TV അനൂപ് സ്കൂളിൽ സന്ദർശനം നടത്തി. പ്രധാന അധ്യാപികയുമായി ചർച്ച നടത്തിയതിനു ശേഷം സ്കൂൾ പരിസരവും കിണറും ശുചിമുറികളും പാചകപ്പുരയും ഡെപ്യൂട്ടി DMO പരിശോധിച്ചു. അതേസമയം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും ശുചിമുറികളും അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡെപ്യൂട്ടി DMO അറിയിച്ചു. വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂവെന്നും നിർദ്ദേശിച്ചു. രോഗബാധിതരായ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ കാരണം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഒരു കുട്ടിയുടെ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ അമീബയുടെ വ്യാപനം ഇത്രയധികം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ഡെപ്യൂട്ടി DMO അറിയിച്ചു. ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് VR ഭരത് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, ഡോക്ടർ നിഹാര എന്നിവരും ഡെപ്യൂട്ടി DMOയോടൊപ്പം ഉണ്ടായിരുന്നു. TCV എരുമപ്പെട്ടി. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചു. തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ തുറന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി നൽകിയിരുന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെ 510 കുട്ടികളാണുള്ളത്. 150 കുട്ടികൾ സ്കൂളിലെത്തിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അധ്യയനം പതിവ് പോലെ നടക്കുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രധാന അധ്യാപിക KS സുജിനി അറിയിച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂകുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായ ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. മുതുവറയിൽ രൂപപ്പെട്ട കുരുക്ക് അയ്യന്തോൾ പഞ്ചിക്കൽ വരെ നീളുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും കുരുക്കൊഴിവാകുന്നില്ല. മുതുവറയിലും പുഴയ്ക്കലിലും റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പോലീസ് ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുമ്പോഴും ക്യൂ പാലിക്കാതെ വരുന്ന ബസ്സുകൾ ഗതാഗതം താറുമാറാക്കുകയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരെ നിയന്ത്രിക്കാനാവാതെ പോലീസും നിസ്സഹായരാണ്. ഈ കുരുക്കുകൾ മറികടന്നു വരുന്ന വാഹനങ്ങളെ തടഞ്ഞിട്ട് പൂങ്കുന്നത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരക്കേറിയ സമയത്താണ് മണ്ണുമാന്തി യന്ത്രവും ടാങ്കറും റോഡിലിട്ട് നിർമ്മാണ കമ്പനിയുടെ അറ്റകുറ്റപ്പണികൾ. ഇതോടെ പൂങ്കുന്നവും കുരുക്കിലായി. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ സഞ്ചാരികളെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. TCV തൃശൂർ. ഇടവേള.
ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വറുതിയുടെ പെരുമഴയുമായി വീണ്ടും ഒരു ട്രോളിംഗ് നിരോധന കാലത്തിന് തുടക്കം. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും. എന്നാൽ പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നവർക്ക് വിലക്കില്ല. അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധന വില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിന്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പൽ അപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷക്കാലമായി മത്സ്യ സമ്പത്തിന്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിന്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടക്കണിയിലുമാണ് ഇന്നുള്ളത്. ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാൻ കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകും. വ്യാഴാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വാഴാനി ഡാം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് വാൽവുകൾ തുറന്നു. 12.5 സെന്റിമീറ്റർ ഉയരത്തിലാണ് വാൽവ് തുറന്നത്. വടക്കാഞ്ചേരി പുഴയിൽ വെള്ളം കുറവായതിനാൽ പുഴയുടെ തീരത്തുള്ളവർ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. 51.42 മീറ്ററാണ് ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ്. 62.48 മീറ്ററാണ് പരമാവധി ജലനിരപ്പ്. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിനാണ് വാൽവ് തുറന്നത്. AE PS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. വകുപ്പ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കളക്ടറുടെ ഇന്നലെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുഴയിലെ ലെവൽ പരിശോധിച്ച് പരിമിതമായ അളവാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെറിയ അളവിൽ വെള്ളം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പുഴയിലൊരു വെള്ളം ഉയരുന്ന അവസ്ഥയോ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമോ നിലവിലില്ല. പിന്നെ മഴയുടെ അളവനുസരിച്ച് നമ്മളിത് ക്രമീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളൊരു കരുതലായിട്ടാണ് ലെവൽ താഴ്ത്താൻ വേണ്ടി മാത്രമാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഇത് നമ്മളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ജലനിരപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്ലൂയിസ് ഷട്ടർ ക്ലോസ് ചെയ്യുന്നതാണ്. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മനേഷ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് സെക്രട്ടറി ലിജോയ് ചാമക്കാല, മണ്ഡലം വൈസ് പ്രസിഡന്റ് സിബി തെക്കിനിയൻ, ജനറൽ സെക്രട്ടറി ഷാജു കള്ളിയത്തുപറമ്പിൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പുറത്താക്കിയത്. ഇതോടെ പ്രാദേശിക തലത്തിൽ ഭിന്നത രൂക്ഷമായി. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പുറത്താക്കിയവരെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നു.
KPCCക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണിവർ. വിദേശത്തുള്ള മകന്റെ അടുത്തേക്ക് പോകുന്ന മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യത്തിന് പകരം താൽക്കാലിക പ്രസിഡന്റിനെ നിയമിച്ചതോടെയാണ് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പകരം ചുമതല നൽകിയ ആൽബിൻ പൗലോസിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല. ഐ ഗ്രൂപ്പുകാരനായ ആൽബിനെ സനീഷ് കുമാർ ജോസഫ് MLA ഇടപെട്ട് എ ഗ്രൂപ്പിലെത്തിച്ച് പ്രസിഡന്റാക്കിയെന്നാണ് ആക്ഷേപം. താൽക്കാലിക പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ബഹളത്തിൽ മുങ്ങി. ചടങ്ങ് അലങ്കോലമാക്കിയതിൽ 4 പ്രവർത്തകർ സസ്പെൻഷനിലുമായി. പിന്നീട് MLAയുടെയും KPCC സെക്രട്ടറി A പ്രസാദിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗവും അലങ്കോലമായി. ഇരുവരെയും തടഞ്ഞുവയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തത്. എന്തായാലും KPCC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയൂ. ന്യൂസ് ഡെസ്ക് TCV. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമലേശ്വരം സ്വദേശിനി പനാണ്ടിവലയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ൽ നെടിയതലി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പാലപ്പിള്ളി കുണ്ടായിയിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. കുണ്ടായി എസ്റ്റേറ്റിന് സമീപം ചക്കിപ്പറമ്പ് ആദിവാസി നഗറിലാണ് സംഭവം. മലയൻ വീട്ടിൽ ശശീന്ദ്രൻ, ഭാര്യ സുനിത എന്നിവർക്ക് കയ്യിലും വീടിനകത്ത് നിന്നിരുന്ന ശശീന്ദ്രന്റെ സഹോദരൻ സത്യനും പരിക്കേറ്റു. വീടിന് സമീപത്തെ റോഡിന്റെ വശങ്ങൾ പൊട്ടിത്തെറിച്ചാണ് 3 പേർക്കും പരിക്കേറ്റത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറുകയായിരുന്നു. സമീപത്തുള്ള ശശീന്ദ്രന്റെ വീടിന് മുകളിലേക്കും മരങ്ങളിലേക്കും കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിച്ചു വീണു. വൈദ്യുത പോസ്റ്റിലെ ബൾബും പൊട്ടിച്ചിതറി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ 6:40 ഉണ്ടാവും. കുളി കഴിഞ്ഞ് വരുമ്പോ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. ചാറ് ആ ചാറ്റ് മഴ ഓടി വരുമ്പോഴാണ് കാനിന്ന് വരുമ്പോഴാണ് ഈ മോളിൽ നിന്ന് വന്ന് വീണ് പൊട്ടണത്. പൊട്ടി കഴിഞ്ഞ് ബാക്കിൽ ഭാര്യ വരുന്നുണ്ടായിരുന്നു. ഭാര്യക്ക് കയ്യിൽ പൊള്ളലേറ്റു. 2-3 സ്ഥലത്ത് പൊള്ളലേറ്റുന്നുണ്ട്. ഭാര്യ കുറച്ച് ഉപ്പൊക്കെ എടുത്ത് പരട്ടി ഞാൻ മെഡിക്കലിലേക്ക് പറഞ്ഞു വിട്ടു. എനിക്കായിട്ട് മുഖമൊക്കെ ചുട്ടുപോച്ചലായിരുന്നു. നമ്മുടെ ഇതിന്റെ എഫക്റ്റ് വന്നടിച്ചിട്ട് മണ്ണും ചെളിയൊക്കെ കൂടി തെറിച്ച് വന്നടിച്ചിട്ട് ഞാൻ കണ്ണൊക്കെ പോയിന്ന് വിചാരിച്ചെന്റെ മുഖമൊക്കെ. കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചൂണ്ടൽ മേലക്കാവ് സ്വദേശി പൊന്നാരശ്ശേരി വീട്ടിൽ 55 വയസ്സുള്ള മനോജാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ധീരജ് ബസ്സാണ് ബൈക്കിലിടിച്ചത്. പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് യാത്രികനെ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. TCV സീനിയർ റിപ്പോർട്ടറും ഷോർട്ട് ഫിലിം സംവിധായകനും സിനിമാ പ്രവർത്തകനുമായിരുന്ന ജിയോ സണ്ണി അനുസ്മരണവും 4ാമത് ഹ്രസ്വചിത്ര പുരസ്കാര വിതരണവും തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമി പുരസ്കാര ജേതാവും പ്രശസ്ത വയലിനിസ്റ്റുമായ മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ മോഹം സബലീകരിക്കാൻ ഹ്രസ്വചിത്രങ്ങളുമായി ഇറങ്ങുന്ന ചെറിയ കലാകാരന്മാരെയും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്തിടത്തോളം കാലം ഇത്തരം ചടങ്ങുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജിയോ സണ്ണിയുടെ അനുസ്മരണാർത്ഥം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഷോർട്ട് ഫിലിം മത്സര ജേതാക്കൾക്കുള്ള പുരസ്കാരവും മനോജ് ജോർജ് നിർവഹിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സുധീഷ് ശിവശങ്കരൻ സംവിധാനം ചെയ്ത ലുഡോസ് ഹാർട്ടാണ് നേടിയത്. ഹേനാചന്ദ്രൻ സംവിധാനം ചെയ്ത കുറ്റിപ്പെൻസിൽ 2ഉം ഹരിദേവ് കൃഷ്ണൻ സംവിധാനം ചെയ്ത സംവൺ 3ഉം സ്ഥാനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തൊഴിലും വ്യക്തിജീവിതവും ഒരുപോലെ കൊണ്ടുപോയ മാതൃകാപരമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ജിയോ എന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച കണ്ടന്റ് റൈറ്റർ ജെബിൻ ജോസഫ് അഭിപ്രായപ്പെട്ടു.
എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും ഫാമിലി ലൈഫാണെങ്കിലും വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന, എല്ലാവരോടും വളരെ മൃദുഭാഷിയായിട്ടുള്ള, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരാളോട് അങ്ങനെ ദേഷ്യത്തോടുകൂടി പെരുമാറുന്നതോ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായിരുന്നു തന്നെ കരുതാം. എല്ലാ രീതിയിലും വളരെ വലിയൊരു പ്രകാശം പൊഴിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജിയോ ചേട്ടൻ. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. ജിയോ സണ്ണിയുടെ പ്രിയതമ അനു, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, ജോയിന്റ് സെക്രട്ടറി B സതീഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ സ്മരണയ്ക്കായി സുഹൃത്ത് സംഘം ഏർപ്പെടുത്തിയ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു. ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തിപത്രവും എളവള്ളി നന്ദകുമാർ തയ്യാറാക്കിയ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ PC മുരളി മാധവൻ മാടമ്പ് സ്മൃതി പ്രഭാഷണം നടത്തി. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, കലാമണ്ഡലം ഡീമഡ് യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K മണികണ്ഠൻ, MK ദേവരാജൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട, സിദ്ധൻ എളവള്ളി, ഷാജു പുതൂർ, ഡോക്ടർ അജിത്, കൃഷ്ണദാസ് മുരളി, തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി, രവീന്ദ്രൻ പണിക്കർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കി പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കുടുംബവും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. പത്നി അനഘ ആർലേക്കർക്കും മകൾക്കും കൊച്ചുമകനുമൊപ്പമായിരുന്നു ദർശനം. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ഗവർണറെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ, M രാധ, അസിസ്റ്റന്റ് മാനേജർമാരായ ലജുമോൾ, സുഭാഷ് എന്നിവർ ചേർന്ന് ഗവർണറെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ആദ്യം കൊടിമര ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു. തുടർന്ന് നാലമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്കയർപ്പിച്ചു. കൊച്ചുമകനായി തുലാഭാര വഴിപാടും നടത്തി. കളഭവും തിരുമുടിമാലയും നെയ്യ് പായസവും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ സ്വീകരിച്ചു. ഗവർണറായി ചുമതലയേറ്റ ശേഷം 2ാം തവണയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗുരുവായൂരിൽ എത്തുന്നത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ് നടപടി തുടങ്ങി. പ്രതികൾ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലായി 1500ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. 50,000 മുതൽ 2.5 കോടി വരെ പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം ലഭിച്ച വൻ തുകകൾ പലരും ഫാം ഫണ്ടിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ഗുരുവായൂർ ബ്രാഞ്ചിൽ 14 ജീവനക്കാരുണ്ടായിരുന്നു. ഒരു മാസം 10 ലക്ഷം ടാർജറ്റ് ഉണ്ടായിരുന്ന ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയും വീടുകളിലെ സ്വർണം വിറ്റുമാണ് ലക്ഷ്യം കണ്ടിരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഇപ്പോഴും പരാതികൾ കിട്ടുന്നു. നിലവിൽ ഫാം ഫണ്ട് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി. ഫാം ഫണ്ടിന്റെ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കഴിഞ്ഞ ദിവസം അന്തരിച്ച പഞ്ചവാദ്യത്തിലെ താളപ്രമാണി ചേലക്കര സൂര്യനാരായണന്റെ സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. UR പ്രദീപ് MLA, തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, വാദ്യകുലപതികളായ കോങ്ങാട് മധു, കുനിശ്ശേരി അനിയന്മാരാർ, പാഞ്ഞാൾ വേലുകുട്ടി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, തിരുവല്ലാമല രാജൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഏകദേശം ഒരു 50 കൊല്ലമായിട്ട് ഏറ്റവും അടുത്ത പരിചയത്തിലുള്ള ഒരു എൽത്താളക്കാരൻ, പിന്നെ എൽത്താള പ്രമാണിയായി ഞങ്ങൾ ഒരുമിച്ച് അനവധി പരിപാടികളൊക്കെ 4 ദിവസം മുമ്പ് വരെ കൂടി തൊഴിൽപരമായിട്ടും അതെ വ്യക്തിപരമായിട്ടും അതെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. ഈ രംഗത്തൊക്കെ തീർത്ഥാടയാത്ര നഷ്ടം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ബഹുഭാഗമായിട്ട് പറഞ്ഞാലും സത്യമാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യം തീരാ നഷ്ടമാണ്. പഞ്ചവാദ്യത്തിന്റെ താളത്തിന്റെ ഇതിൽ തന്നെ ഒരു നഷ്ടം. കേരളത്തിനകത്തും പുറത്തുമെല്ലാമായി അദ്ദേഹം ധാരാളം പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ വ്യക്തിയും കൂടിയാണ്. ചേലക്കരയുടെ ഒരു അഭിമാനം കൂടിയാണ് പ്രിയപ്പെട്ട ചേലക്കര സൂര്യൻ. അദ്ദേഹത്തിന്റെ വേർപാട്
ചെറിയ നഷ്ടമല്ല കലാരംഗത്തുള്ളായിട്ടുള്ളത്. അരിമ്പൂരിലെ 3.5 വയസ്സുകാരികളായ ഇരട്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. 2 വർഷത്തിനിടെ 100 കണക്കിന് റീൽസുകളിലൂടെ നിരവധി ആളുകൾ കണ്ട ആലിയും നീലുവുമാണ് ഈ താരങ്ങൾ. അരിമ്പൂർ വടക്കൂട്ട് വിനീഷ് അശ്വതി ദമ്പതികളുടെ മക്കളായ നിഹയും നിലയുമാണ് ഈ കൊച്ചുമിടുക്കികൾ. കട്ട ലാലേട്ടൻ ഫാൻസുകാർ കൂടിയായ ഇവർക്ക് ലാലേട്ടനെ അനുകരിച്ച് കാണിക്കാനും ഏറെ ഇഷ്ടമാണ്. ഈ ഒരു ഇഷ്ടം മൂലം മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രങ്ങളായ കുഞ്ഞാലിയിൽ നിന്ന് ആലിയും മംഗലശ്ശേരി നീലകണ്ഠനിൽ നിന്ന് നീലുവും എടുത്ത് ആലി നീലു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ റീൽസുകൾ അമ്മ പോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ ഹിന്ദി പാട്ടുകൾ കൂടുതൽ കേൾപ്പിച്ചിട്ട് അവര് ഒരു 2.5 വയസ്സ് 2.25 വയസ്സിന് തന്നെ ഒരു 10-40ഓളം പാട്ടുകൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്യൂണ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ലേ അമ്മ പാട്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ റാഫി, മുഹമ്മദ് റാഫിയുടെ പാട്ടൊക്കെ ഞാൻ ഇത് റാഫിയാണ്, പിന്നെ നമ്മുടെ റഹ്മാൻ സാർ, അങ്ങനെയൊക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി പാട്ടുകൾ. അതുപോലെ തന്നെ ലാലേട്ടന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാൻസ് ആണ് രണ്ടുപേരും. ഡാൻസും പാട്ടും 1.5 വയസ്സ് മുതലേ ഇവർക്ക് ഇഷ്ടമാണ്. പലരെയും അനുകരിച്ച് കാണിക്കലും ഇഷ്ടമാണ്. ഇപ്പോൾ ആലിക്കും നീലുവിനും ആരാധകരും കുറവല്ല. ലാലേട്ടനോടാണ് ആരാധനയെങ്കിലും ഡാൻസിന് ഹിന്ദി പാട്ടുകളാണ് ഇഷ്ടം. പാട്ടുകൾക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങിയുള്ള പ്രകടനം കൊണ്ട് ആരെയും ആകർഷിക്കുന്നതാണ് ഇവരുടെ റീലുകൾ. ആടിയും പാടിയും ആലിയും നീലുവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പുതിയ റീൽസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. TCV തൃശൂർ. മതനിരപേക്ഷതയും ജനാധിപത്യവും മാർക്ക് വാങ്ങാനുള്ള വിഷയമായി മാറിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ 10ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളിൽ പോലും ജനാധിപത്യമില്ലാതെയായി. ഇതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതില്ലാത്തിടത്ത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് മയക്കുമരുന്നിലേക്ക് ചെന്നെത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘടനാ പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ കൊല്ലം തുളസിയെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി K വിജയരാഘവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി T ബാലൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KK ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പെൻഷൻകാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് സമ്മേളനം ചർച്ചയിലൂടെ ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയുമാണ് കോർപ്പറേഷൻ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ SSLC പരീക്ഷയിൽ 53ഉം +2 പരീക്ഷയിൽ 15ഉം വിദ്യാലയങ്ങളാണ് 100% വിജയം നേടിയത്. CBSE ഉൾപ്പെടെ 10ാം ക്ലാസ്സിൽ 972ഉം +2വിന് 795ഉം വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. കൂടാതെ +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ 2 വിദ്യാർത്ഥിനികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ടൗൺ ഹാളിൽ നടന്ന പുരസ്കാര ചടങ്ങ് P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി വിശിഷ്ട അതിഥിയായി. ഡെപ്യൂട്ടി മേയർ ML റോസി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡിവിഷൻ കൗൺസിലർ റജി ജോയ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം നൽകിയ സംവിധായകൻ എം മോഹന്റെ 1ാം ചരമവാർഷിക ദിനാചരണം ശനിയാഴ്ച ഇരിങ്ങാലക്കുടയിൽ നടക്കും. ഇരിങ്ങാലക്കുട പൌരാവലിയുടെയും മോഹൻ ഫൌണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ മോഹൻ ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് സമ്മാനിക്കും. രാമനിലയത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കൺവീനർ പ്രദീപ് മേനോൻ, ജോയിന്റ് കൺവീനർ ഡോക്ടർ രാജേന്ദ്രൻ, കോർഡിനേറ്റർ പി കെ ഭരതൻ, മോഹന്റെ പത്നി അനുപമ മോഹൻ എന്നിവരും പങ്കെടുത്തു. കെഎസ്ആർടിസി ബസ്സുകളുടെ ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാൻ നിർദ്ദേശം. യാത്രക്കാരുടെ സൌകര്യാർത്ഥം ബസ്സിൽ കയറിയിറങ്ങുന്നതിനായിട്ടാണ് ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കുക. ചില കെഎസ്ആർടിസി ബസ്സുകളിൽ കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണെന്നും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഇത് ഇരട്ടി ദുരിതമാണെന്നും പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. വിധി പ്രകാരം നിക്ഷേപ സംഖ്യയും നഷ്ടവും നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവ്. മുപ്ലിയം വാളൂരാൻ വീട്ടിൽ ബിജിമോൾ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂരിലെ ധനവ്യവസായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറായ ജോയ് ഡി പാണഞ്ചേരിക്കെതിരെയും പാർട്ണറായ പാണഞ്ചേരി റാണിക്കെതിരെയും വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി കോടതിയിൽ ഹാജരായി. തൃശൂർ ഒളരിയിലെ ലീഗൽ മെട്രോളജി ഭവനിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് കൺട്രോളർ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്, ഡെപ്യൂട്ടി കൺട്രോളറുടെ ഡ്രൈവർ, അസിസ്റ്റന്റ് കൺട്രോളറുടെ കൂടെയുണ്ടായിരുന്ന ടെക്നീഷ്യൻ എന്നിവരുടെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത 18,126 രൂപയാണ് വിജിലൻസ് മിന്നൽ പരിശോധനയിൽ പിടിച്ചെടുത്തത്. ഒളരി ലീഗൽ മെട്രോളജി ഭവനിലെ ഡെപ്യൂട്ടി കൺട്രോളറും മറ്റു ചില ഉദ്യോഗസ്ഥരും പെട്രോൾ പമ്പുകളുടെ വാർഷിക സ്റ്റാമ്പിംഗ് നടത്തുന്നതിനായി പമ്പ് ഉടമകളിൽ നിന്നും ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൃശൂരിൽ ഇഡിക്ക് ജയ് വിളിച്ച് പ്രകടനം നടത്തിയ കോൺഗ്രസുകാർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ 100 കോടി രൂപ ഇഡി പിടിച്ചെടുത്തതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ്. സിപിഎം നേതാക്കൾക്കെതിരെ കള്ളക്കേസിൽ ഇഡി കുറ്റപത്രം നൽകിയപ്പോൾ ഡിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ ഇഡി നിലപാടിനെ ശരിവെച്ച് പ്രകടനം നടത്തി. സിദ്ധരാമയ്യ രാജിവെക്കണമെന്ന് തൃശൂരിലെ കോൺഗ്രസ് പറയുമോ എന്നറിയാൻ താൽപര്യമുണ്ട്. അവിടെ ഇഡി തെറ്റും കേരളത്തിൽ ശരിയുമെന്ന നിലപാട് കോൺഗ്രസിന്റെ പാപ്പരത്വമാണെന്ന് വ്യക്തമാക്കുന്നതെന്ന് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു. കെ ആർ ചാർലി തയ്യാറാക്കി ആകാശവാണിയിലൂടെ അവതരിപ്പിച്ച ശ്രോതാക്കളുടെ മനം കവർന്ന മൊഴിയഴക് എന്ന സാഹിത്യാസ്വാദന പരിപാടിയുടെ പുസ്തക രൂപത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. ചലച്ചിത്ര നിരൂപകൻ ഐ ഷൺമുഖദാസ്, ഗാനസാഹിത്യ നിരൂപകൻ ഇ ജയകൃഷ്ണന് നൽകിയാണ് മൊഴിയഴക് പ്രകാശിപ്പിച്ചത്. സെക്യുലർ ഫോറം തൃശൂർ സംഘടിപ്പിച്ച പരിപാടിയിൽ ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ടി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം പ്രൊഫസർ എം ഹരിദാസ്, ജനറൽ കൺവീനർ ടി സത്യനാരായണൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലടി മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സ്വരാജ് റൌണ്ടിലെ ഭാഗികമായി തകർന്നു വീണ കെട്ടിടം ഉടമസ്ഥന്റെ ആഗ്രഹപ്രകാരം കോർപ്പറേഷൻ തന്നെ മുഴുവനായും പൊളിച്ചു കൊടുക്കുന്നതാണെന്ന് തെളിഞ്ഞതായി കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. വർഷങ്ങളായി വാടകക്കാരും കെട്ടിട ഉടമയും തർക്കം നിലനിന്നിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നു വീണപ്പോൾ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി മേയറും ധൃതി പിടിച്ച സംഘവും രാത്രിയുടെ മറവിൽ സ്ഥലത്തെത്തി മുഴുവനായും പൊളിച്ച് കെട്ടിട ഉടമയെ സഹായിച്ച് മാതൃകയായതെന്ന് ജോൺ ഡാനിയേൽ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി മെട്രോമാൻ ഇ ശ്രീധരന്റെ പ്രൊജക്ട് റിപ്പോർട്ട് കത്തിച്ചു. സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ കുസുമൻ ജോസഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ശിവദാസൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. മറ്റന്നാൾ അദ്ദേഹത്തിന്
ഇനി വാണിജ്യം. ദേശീയ തലത്തിൽ അഭിമാന നേട്ടം കൈവരിച്ച് തൃശൂർ ദയ ഹോസ്പിറ്റൽ. ഔട്ട്ലുക്ക് ദേശീയ തലത്തിൽ നടത്തിയ ബെസ്റ്റ് ഹോസ്പിറ്റൽസ് സർവേയിൽ ദയ ജനറൽ ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗത്തിന് 5ാം സ്ഥാനവും കാർഡിയോളജി വിഭാഗത്തിൽ 9ാം സ്ഥാനവും ലഭിച്ചു. 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ ദയ ജനറൽ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റ് ആശുപത്രികളെ പിന്തള്ളിയാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. സേവന മികവ്, രോഗികളുടെ സുരക്ഷിതത്വം, വേഗത്തിലുള്ള ചികിത്സാ സേവനങ്ങൾ, ശസ്ത്രക്രിയാനന്തരമുള്ള പ്രശ്നങ്ങളിലെ കുറവ്, ഏറ്റവും ആധുനിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് 2 പ്രധാന ദേശീയ റാങ്കിങ്ങുകൾ സ്വന്തമാക്കിയത്. ഡോക്ടർ PT ഇക്ബാലാണ് കാർഡിയോളജി വിഭാഗം മേധാവി. ദയ ഹോസ്പിറ്റലിലെ സർജറി വിഭാഗം തെക്കേ ഇന്ത്യയിൽ 1ാം സ്ഥാനവും കാർഡിയോളജി വിഭാഗം കേരളത്തിൽ 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ 24 മണിക്കൂറും കൺസൾട്ടന്റിന്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെയും സേവനം ലഭ്യമാണെന്നും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സർജറികൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ദയ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നും ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും GI ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ VK അബ്ദുൾ അസീസ് പറഞ്ഞു. ഔട്ട്ലുക്കിന്റെ ഗ്രൂപ്പിന്റെ ഒരു സിഗ്നേച്ചർ പതിപ്പായ ഇന്ത്യ ടോപ്പ് ഹോസ്പിറ്റൽസ് എന്നൊരു വാർഷിക അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. NABS റിസർച്ച് എന്നൊരു സ്ഥാപനമാണ് ഔട്ട്ലുക്കായിട്ട് സഹകരിച്ച് ഈ റിസർച്ച് നടത്തിയത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ഇന്ത്യയിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒന്നാണിത്. ദയ ആശുപത്രിക്ക് NABH, NABL, CAHO, CSSO തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,888 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. വെങ്കിടങ്ങ സ്വദേശിനികളായ ജസ്ന, മകൾ റൂഹി മെഹ്റിൻ എന്നിവരാണ് ദുരന്തത്തിനിരയായ തൃശൂർ സ്വദേശികൾ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തിയ ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. രാമാർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠന ആവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്ന് ആശങ്ക. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം. തൃശൂർ ഡെപ്യൂട്ടി DMO സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂളിൽ അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി DMO. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂകുന്നത്തും പുഴയ്ക്കലിലും പലയിടത്ത് യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട് ദുരിതത്തിലായി ആംബുലൻസുകൾ. കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.